അന്തേവാസി കൊല ചെയ്യപ്പെട്ട കൊടുങ്ങല്ലൂരിലെ അനുഗ്രഹ സ്പെഷ്യൽ സ്കൂളിനെതിരെ നടപടിയുമായി നഗരസഭ. സ്കൂൾ അടച്ചുപൂട്ടാൻ നഗരസഭ നോട്ടീസ് നൽകി. നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ സ്ഥാപനത്തിന് സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ അനുമതിയില്ലെന്ന് വ്യക്തമായ സാഹചര്യത്തിലാണ് സ്ഥാപനത്തിന് സ്റ്റോപ്പ് മെമ്മോ നൽകിയതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ പറഞ്ഞു. പറവൂർ സ്വദേശി ചീണ്ടേൽ ബേബിയും സുഷമയും ചേർന്നാണ് സ്പെഷ്യൽ സ്കൂൾ നടത്തിയിരുന്നത്. സ്ഥാപനത്തിൽ നിന്നും പലപ്പോഴും അന്തേവാസികളുടെ കരച്ചിൽ കേൾക്കുന്നതായി നാട്ടുകാർ പോലീസിനെ അറിയിച്ചിരുന്നെങ്കിലും നടപടികൾ ഉണ്ടായിരുന്നില്ല. വടക്കേനടയിൽ SBI റോഡിലെ അനുഗ്രഹ സ്പെഷ്യൽ സ്കൂളിലെ അന്തേവാസി പാലക്കാട് വടക്കഞ്ചേരി കണ്ണമ്പ്ര ചെല്ലിപ്പറമ്പിൽ പ്രഭാകരന്റെ മകൻ ശ്രീനാഥിനെയാണ് ഏപ്രിൽ 1 മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണത്തിൽ ദുരൂഹതയില്ലെന്നായിരുന്നു പോലീസിന്റെ പക്ഷം. എന്നാൽ തൃശൂർ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ TS ഹിതേഷ് ശങ്കറിന്റെ നേതൃത്വത്തിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ ശ്രീനാഥിന്റെ മരണം കൊലപാതകമാണെന്ന് കണ്ടെത്തുകയായിരുന്നു. വാരിയെല്ലുകൾ ഒടിഞ്ഞ നിലയിലായിരുന്നു. കൈകളിലും കാലുകളിലും മർദ്ദനമേറ്റ പാടുകളും കണ്ടെത്തിയിരുന്നു. മർദ്ദനത്തിനുപയോഗിച്ച ആയുധം കണ്ടെത്താൻ ഫോറൻസിക് സർജൻ നിർദ്ദേശം നൽകിയിരുന്നു. പോലീസ് സ്ഥാപനത്തിൽ നടത്തിയ തിരച്ചിലിൽ പ്ലാസ്റ്റിക് കേബിൾ കൊണ്ടുള്ള ആയുധം കണ്ടെത്തി. തുടർന്നാണ് കെയർടേക്കറായ തിരുവനന്തപുരം വെട്ടുതുറ പുതുവേൽ പുത്തൻ വീട്ടിൽ മഹേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ബോബിയും കുടുംബവും താമസിക്കുന്ന കെട്ടിടത്തിന്റെ മുകൾ നിലയിലായിരുന്നു സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത്. ബോബിയുടെ ഒരു മകനും ഭിന്നശേഷിക്കാരനാണ്. ശ്രീനാഥ് അടക്കമുള്ള 8 കുട്ടികളാണ് അനുഗ്രഹ സ്പെഷ്യൽ സ്കൂളിൽ ഉണ്ടായിരുന്നത്. സംഭവം നടന്ന ശേഷം 2 കുട്ടികൾ ഒഴികെയുള്ളവരെ വീട്ടുകാർ എത്തി കൊണ്ടുപോവുകയും ചെയ്തു. 3 മാസം മുൻപും സ്ഥാപനത്തിൽ ഒരു അന്തേവാസി മരണപ്പെട്ടിരുന്നു. TCV കൊടുങ്ങല്ലൂർ.